വാക്കുപാലിക്കാതെ ആരോഗ്യവകുപ്പ് ഗുരുതര വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി പണം ഈടാക്കി. ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച നവജാത ശിശുവിനെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ വാക്ക് പാഴ്വാക്കായി. കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ വിവിധ പരിശോധനകൾക്ക് പണം ഈടാക്കി. 250 രൂപ വീതം 2 തവണയാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ഈടാക്കിയത്. സൗജന്യ മെഡിക്കൽ ചികിത്സ നൽകുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതൊന്നും ആരോഗ്യവകുപ്പിൽ ആരും അറിഞ്ഞില്ല. ഗർഭകാലത്ത് കൃത്യമായി പരിശോധന നടത്താത്ത ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്ന് വിശദീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. എന്നാൽ സ്വകാര്യ ലാബുകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. എന്തായാലും സർക്കാർ അവഗണനയ്ക്കെതിരെ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാനൊരുങ്ങുകയാണ് കുടുംബം. ഗർഭകാല പരിചരണത്തിലും ചികിത്സയിലുണ്ടായ പിഴവാണ് കുട്ടിക്ക് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. സംഭവം വലിയ വിവാദമായതോടെ സർക്കാർ ഇടപെട്ടു. കുട്ടിയുടെ തുടർ ചികിത്സയെല്ലാം സൗജന്യമായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിനെ വിവിധ പരിശോധനകൾക്ക് എത്തിച്ചപ്പോൾ പണം ഈടാക്കിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ആലപ്പുഴ ലജ്നത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദിന്റെയും സുറുമിയുടെയും 3ാമത്തെ കുഞ്ഞിനാണ് ജന്മനാൽ ഗുരുതര വൈകല്യങ്ങളുണ്ടായത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നായിരുന്നു പരാതി. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി വൈകുന്നെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.